സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ വിഷ്വൽസ് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമയത്ത് പോലും ഒരു തരത്തിലുള്ള കൂസലുമില്ല. ഏറ്റവും വലിയ കുറ്റവാളികൾ വരെ ഏതെങ്കിലും ഒരു സമയത്ത് പതറി പോകാറുണ്ട് പോലീസിന് മുന്നിൽ നിൽക്കുമ്പോഴും, അല്ലെങ്കിൽ പോലീസിൽ നിന്നുള്ള ഇത്രയും വലിയൊരു സിസ്റ്റത്തിന് മുന്നിൽ നിൽക്കുമ്പോഴും, അല്ലെങ്കിൽ ഒരു ട്രയലിൻ്റെ ഇടയ്ക്ക് നിൽക്കുമ്പോഴും. പക്ഷേ അവിടെ ഒന്നും ഇത് കാണാത്ത രീതിക്ക് ഇത് അത്രയ്ക്ക് അധികമായിട്ട് കോൺഫിഡൻസ് ഈ സെബാസ്റ്റ്യൻ്റെ മുഖത്തുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കോമ്പിനേഷൻ. ഇത്രയധികം പ്രായമുള്ള ഒരാൾ ഒരു വ്യാജരേഖ ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണം ചെന്ന് നിൽക്കുമ്പോൾ ഇതാ ഇപ്പോൾ 3-4 സ്ത്രീകളുടെ മരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ട് വരെ എത്തി നിൽക്കുകയാണ്. ഒരു സീരിയൽ കില്ലറിൻ്റെതായ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതോ കണ്ടിട്ടുള്ളതോ എന്ന നിലയ്ക്ക് ഏതെങ്കിലുമൊക്കെ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളതോ വെച്ച് നോക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഒന്നും നമുക്ക് ആരോപിക്കാനില്ല. പക്ഷേ തികഞ്ഞ ഒരു നിസ്സഹകരണം പ്രഖ്യാപിക്കുന്നുണ്ട്. നുണപരിശോധന അടക്കം പോലീസ് നടത്താൻ ശ്രമിക്കുമ്പോഴൊക്കെ അതിൻ്റെ എല്ലാ സാധ്യതകളെയും, അനുകൂലമായി നിൽക്കാൻ കഴിയുന്ന എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തി അത് ഡിനേ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പോലീസ് ആവർത്തിച്ച് ചോദ്യം ചെയ്തിട്ടും ഒരു വാക്കുപോലും വിട്ടു പറയാതെ ഇരിക്കുക, ചെയ്തെന്നോ ചെയ്തില്ല എന്നോ പറയാതിരിക്കുക തുടങ്ങിയ സങ്കേതങ്ങളെ അവലംബിക്കുന്നുണ്ട്. ഇത്രയും വർഷങ്ങളെടുത്ത് നേരത്തെ ശ്രീ കെ ജി സൈമൺ പറഞ്ഞതുപോലെ പിന്നീട് ഡ്യൂറേഷൻ കുറഞ്ഞു വരുന്ന സാഹചര്യം പോലും ആരോപിക്കപ്പെടുന്നുണ്ട്. 4 പേരുടേത് എന്ന് പറയുന്നത് ഈ പാറ്റേൺ നോക്കുമ്പോൾ പുറത്തറിയുന്ന അല്ലെങ്കിൽ ഇപ്പോൾ സംശയിക്കുന്ന ആളുകളുടെ എണ്ണം എന്ന് മാത്രം കാണേണ്ടതുണ്ടോ? ഉറപ്പായിട്ടും കുറ്റവാളികൾ എന്ന് പറയുന്നത് എസ്പെഷ്യലി ഈ സീരിയൽ കില്ലേഴ്സ് അല്ലെങ്കിൽ സീരിയലായിട്ട് അല്ലെങ്കിൽ ഹാബിച്വലായിട്ട് ഒഫൻഡേഴ്സ് എന്ന് പറയുന്നത് നമ്മളെപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പാറ്റേൺ, സാറ് പറഞ്ഞ ആ പാറ്റേൺ ഫോളോ ചെയ്യും. അതായത് എവിടെയാണ് ആ പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. ആ വിക്ടിമിനെ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വിക്ടിമിൻ്റെ ഒരു കോമൺ ആയിട്ടുള്ള ഇത് കാണുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതായത് ഒരേ പ്രായത്തിലുള്ള സ്ത്രീകൾ അല്ലെങ്കിൽ ആ സ്ത്രീകളുടെ വേറെബോട്ട്സ് നോക്കി കഴിയുമ്പം ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഒരു കോണ്ടാക്റ്റിൽ ആരുമായിട്ടും ഇല്ലാത്ത സ്ത്രീകളായിരിക്കും. ഡിറ്റക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവായിരിക്കും. അങ്ങനെയൊക്കെ അവിടെ നിൽപ്പുണ്ട്. അത് സീരിയൽ കില്ലേഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതായത് ആ ഒരു പാറ്റേൺ എപ്പോഴും ഫോളോ ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ വ്യക്തിയുടെ വിഷ്വൽസ് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമയത്ത് പോലും ഒരു തരത്തിലുള്ള കൂസലുമില്ല. ഏറ്റവും വലിയ കുറ്റവാളികൾ വരെ ഏതെങ്കിലും ഒരു സമയത്ത് പതറി പോകാറുണ്ട് പോലീസിന് മുന്നിൽ നിൽക്കുമ്പോഴും, അല്ലെങ്കിൽ പോലീസിൽ നിന്നുള്ള ഇത്രയും വലിയൊരു സിസ്റ്റത്തിന് മുന്നിൽ നിൽക്കുമ്പോഴും, അല്ലെങ്കിൽ ഒരു ട്രയലിൻ്റെ ഇടയ്ക്ക് നിൽക്കുമ്പോഴും. പക്ഷേ അവിടെ ഒന്നും ഇത് കാണാത്ത രീതിക്ക് ഇത് അത്രയ്ക്ക് അധികമായിട്ട് കോൺഫിഡൻസ് ഈ സെബാസ്റ്റ്യൻ്റെ മുഖത്തുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കോമ്പിനേഷൻ. അതായത് ഒരു ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ഇത് നമ്മൾ 2006 തൊട്ടാണ് നമുക്ക് ഈ കേസുകൾ നമുക്ക് ഇപ്പോഴത്തെ അറിവ് വെച്ചിട്ട് ഉള്ളത്. ഇത് നമുക്ക് തെളിയിക്കേണ്ടിയിരിക്കുന്നത് ശരിയാണ്. പക്ഷേ 2006 എന്ന് പറയുന്ന 18 അല്ലെങ്കിൽ 19 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഈ 4 എണ്ണത്തിൽ ഒതുക്കി കൂട്ടാൻ എനിക്ക് ഒരിക്കലും താല്പര്യമില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതലുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സ്ഥിരീകരിക്കാത്ത പല ഇൻഫർമേഷൻസും വരുന്നുണ്ട്. അതായത് ഇത് കൂടുതൽ ആൾക്കാരെ അപ്രോച്ച് ചെയ്തിട്ടുണ്ട്, അതല്ലെങ്കിൽ ഇവർ മാത്രമാണ് അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരാണ് നമുക്ക് അറിയപ്പെടുന്ന വിക്ടിംസ് ഈ ആളുടെ വലയിൽ വന്ന് വീണിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാളുടെ ആ മോഡസ് ഓപ്പറേണ്ടി വെച്ച് നോക്കി കഴിയുമ്പോഴത്തേക്കും അയാൾക്ക് ഇനിയും വിക്ടിംസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് നാളെയോ മറ്റന്നാളാണ് നമ്മുടെ DNA ഫലം അല്ലെങ്കിൽ ഇതിൻ്റെ ശാസ്ത്രീയ പരിശോധനയുടെ ഫലം വരുന്നത്. എനിക്ക് ഇതിൽ 4 പേരിൽ കൂടാത്ത ഒരാളുടെ കുറിച്ചും ചിലപ്പോൾ ഒരു ചാൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെയായാലും സെബാസ്റ്റ്യൻ്റെ മുഖത്തോട്ട് നോക്കൂ. ഏതെങ്കിലും സമയത്ത് അല്ലെങ്കിൽ ആ പോലീസുകാരുടെ ഒപ്പം നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ ആ ജീപ്പിനുള്ളിൽ നിൽക്കുമ്പോഴോ ജീപ്പിനുള്ളിൽ ഇരിക്കുമ്പോഴോ അയാളുടെ ആ മുഖത്തുണ്ടാകുന്ന ഭാവവ്യത്യാസങ്ങൾ യാതൊരു തരത്തിലുള്ള ഭാവവ്യത്യാസം ഒരു പേടിയില്ലാത്ത കൂടി ഉണ്ടാകുമല്ലോ. ഡോക്ടർ ഫെബിൻ ബേബി, ഇത്രയും വർഷങ്ങൾ ഒരു തെളിവും അവശേഷിപ്പിക്കാതെ ഇത്രയും ആളുകളെ ഒരുപക്ഷെ വകവരുത്തിയിട്ടുണ്ട് എങ്കിൽ അങ്ങനെ സ്വതന്ത്രമായി വിഹരിക്കാൻ കഴിഞ്ഞതിന്റെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. തെളിവുകളൊന്നും ഇത്രയും കാലത്തിന് ശേഷം അവശേഷിക്കുന്നുണ്ടാകുന്നില്ല എന്നൊരു കോൺഫിഡൻസ് കൂടി ഉണ്ടായിരിക്കും. ഉറപ്പായിട്ടും അങ്ങനെ കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ ആ കോൺഫിഡൻസിൻ്റെ പരിധി എന്ന് പറയുന്നത് നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഇപ്പം നമ്മൾ ഏകദേശം അവർ പല കാര്യങ്ങളും കണ്ടുപിടിച്ചതായിട്ട് പറയുന്നു. എനിക്ക് ആ തെളിവുകളുടെ സമയത്ത്, അതായത് ഈ അസ്ഥികൾ കിട്ടിയിട്ടുള്ള സ്ഥലങ്ങളും ഒക്കെ വെച്ച് നോക്കുമ്പം മിസ്ലീഡിങ് ആകാനുള്ള ചാൻസ് ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറ്റവാളികൾ, എസ്പെഷ്യലി ഇങ്ങനെ പ്ലാൻ ചെയ്ത് നടത്തുന്ന കുറ്റവാളികൾ, ഞാനിപ്പോൾ കുറച്ച് മുമ്പ് ആ ഫോൺ ചെയ്ത പാറ്റേൺ മനസ്സിലാക്കി. അതായത് ചിലപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ 15 ദിവസമൊക്കെ കൂടുമ്പോൾ വിളിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു കണ്ടിന്യൂവേഷൻ ആ പാറ്റേണിൽ ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു ചാൻസ് ആകാം ചിലപ്പം. അപ്പോൾ അങ്ങനെയുള്ള ചാൻസസ് ഒക്കെ നോക്കി അയാൾ അത്രയധികം വിദഗ്ധമായിട്ട് ചെയ്യുമ്പം ഈ എല്ലും കഷ്ണം അവിടെ ഉപേക്ഷിക്കുമോ, അല്ലെങ്കിൽ അങ്ങനെ വരാനുള്ള ചാൻസസ് ഉണ്ടോ, അല്ലെങ്കിൽ അവിടെ മാത്രമേ മറവ് ചെയ്യാനുള്ള ചാൻസ് ഉള്ളോ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് അയാൾ ക്രയവിക്രയം ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ ഇതുണ്ടോ,
ഒക്കെ നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത്. ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അവസരത്തിൽ കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ല. ഈ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ ആൾ ഇതുവരെ ഈ കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. അയാൾ ആ ഡെയിലി റുട്ടീനിൽ മാത്രം ഉറച്ചു നിൽക്കുന്നു. അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഇയാളെ അറസ്റ്റ് ചെയ്ത ശേഷം അറസ്റ്റ് ചെയ്തതിനെക്കുറിച്ച് പോലും സംസാരിക്കാതെ അത്രയും കോൺഫിഡൻസോടുകൂടി നിൽക്കുന്നു. ആ ഒരു അവസ്ഥയിലാണ് ഞാൻ പറയുന്നത്. ഇനി ഈ എന്തുകൊണ്ടാണ് അദ്ദേഹം കോൺഫിഡൻസ് ആയിട്ട് നിൽക്കുന്നതിലോട്ട് തിരിച്ചു വരികയാണെങ്കിൽ ഇനിയും അയാൾക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ചിലപ്പം അയാളോട് ഒരു തരത്തിലുള്ള രീതിക്കും എത്താൻ പറ്റില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് അതും ആകാൻ ചിലപ്പം. അതായത് എനിക്ക് ഈ കേസുകളിൽ എനിക്കൊന്ന് കൂടുതലായിട്ടുള്ള അന്വേഷണം വരുമ്പോൾ കുറച്ചുകൂടെ എനിക്കൊന്ന് ക്ലിയർ ആവുമെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ എങ്കിലും പല കാര്യങ്ങളിലും ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും പല കാര്യങ്ങളും ഇനിയും അറിയാനുണ്ട്. പല കാര്യങ്ങളിലും കൂടുതലായിട്ട് ഇൻഡെപ്ത് ആയിട്ട് പോയാൽ മാത്രമേ ഇത് അറിയാനും പറ്റുള്ളൂ.